ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നിന്റെ അച്ഛൻ ഋഷിയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. കഥയുടെ മുന്നിൽ നിഷ്കളങ്കനായി അഭിനയിച്ച് ഇന്ദ്രനീലത്തിന് വേണ്ടി നാടകം കളിക്കുകയാണവൻ. ഇതെല്ലാം കേട്ട പ്രാർത്ഥന അവളുടെ 2 ചെവികളും പൊത്തിപ്പിടിച്ചുകൊണ്ട് എന്ന് വിളിച്ച് അലറി. മഹാദേവ, ഞാനിത് എന്തൊക്കെയായി കേൾക്കണേ? എന്റെ അച്ഛൻ ഒരു കൊലപാതകിയോ? അന്നേരം വിഷ്ണുപ്രിയ പറഞ്ഞു, അതെ, നിന്റെ അച്ഛൻ ഒരു കൊലപാതകിയാണ്. സ്വന്തം ഭാര്യയുടെ അമ്മയെ കൊന്നവനാണവൻ. അവന്റെ ദുരുദ്ദേശങ്ങൾ മനസ്സിലാക്കിയ എന്റെ സഹോദരി മേഘ സത്യങ്ങൾ പ്രതയോട് പറയാൻ പോകവെയാണ് നിന്റെ അച്ഛൻ എന്റെ അനിയത്തെ കൊന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ശേഷമത്സ്യകനികയായിരുന്നു. പക്ഷെ പിന്നീട് എന്റെ സ്ഥാനം മേഘ അലങ്കരിച്ചു. അതിനുശേഷം മേഘ അവളുടെ മകളായ പ്രതയ്ക്ക് അത് നൽകി. ആരാണോ ശേഷ മത്സ്യകന്യകയെ വിവാഹം ചെയ്യുന്നത് അവൻ ശേഷ മത്സ്യരാജാവാകും. അങ്ങനെ നിന്റെ അച്ഛൻ ഇപ്പോ ശരിക്കും ശേഷ മത്സ്യരാജാവാണ്. ഈ കാര്യങ്ങളൊന്നും നിനക്ക് വിശ്വാസമുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇതിനൊക്കെയുള്ള തെളിവുകൾ ആ ഗുജറാൾ വീട്ടിൽ തന്നെയുണ്ട്. ഇന്നലെ നീ എന്നെ കണ്ടപ്പോ എന്റെ മുഖത്തുണ്ടായ പാടുകൾ നിന്റെ അച്ഛൻ എനിക്ക് നേരെ അയച്ച ഗുണ്ടകളുടെ ആക്രമണത്തിന്റെ അടയാളമാണ്. എന്റെ ചേച്ചി മേഘയ്ക്ക് അറിയാവുന്ന പോലെ എനിക്കും നിന്റെ അച്ഛൻ ഋഷിയുടെ എല്ലാ സത്യങ്ങളും അറിയാം. ഈ സത്യങ്ങൾ പ്രതിയെ അറിയിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ 20 വർഷവും നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാനുള്ള ശക്തിക്ക് വേണ്ടി മത്സ്യകന്യകയായി ഞാൻ നാഗകന്യക കൂടിയാകാൻ വേണ്ടി തപസ്സിരിക്കുകയായിരുന്നു. പക്ഷേ എന്റെ തപസ്സിന്റെ അവസാന ദിവസത്തിലാണ്, ആ അവസാന നിമിഷത്തിലാണ് നീ ആ മലമുകളിൽ നിന്നും താഴേക്ക് വീണതും അപ്രതീക്ഷിതമായി നീ നാഗകന്യകയായതും. അന്ന് നിന്നെ കണ്ടപ്പോൾ തന്നെ നീ പ്രതയുടെ മകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു നാഗകന്യകയായി നിനക്ക് നിന്റെ 25ാം പിറന്നാളായ ഇന്നത്തെ ദിവസം നിന്റെ അച്ഛന്റെയും അമ്മയുടെയും മത്സ്യശക്തികൾ കൂടി കിട്ടിയപ്പോ നീ മത്സ്യകന്യകയും നാഗകന്യകയുമായ മത്സ്യനാഗിനിയായി മാറി. ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. നിന്റെ അമ്മയ്ക്ക് ഇന്നും ഒരു സത്യവും അറിയില്ല. നിന്റെ അച്ഛൻ ഇതെല്ലാം ചെയ്യുന്നത് ആ ഇന്ദ്രനീലത്തിന് വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇന്ദ്രനീലം യഥാസ്ഥലത്ത് നിന്നും എടുക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നിന്നെ കൊണ്ട് അത് എടുപ്പിച്ച് ആ ഋഷി ഈ ലോകം തന്നെ നശിപ്പിക്കും. പ്രാർത്ഥന, നീ അതിന് സമ്മതിക്കരുത്. നീയാണ് ഇന്ദ്രനീലത്തെ സംരക്ഷിക്കേണ്ടത്. സ്വന്തം അച്ഛനായാലും ശരി തന്നെ, നീ അത് ഋഷിക്ക് കൊടുക്കരുത്. ഇതെല്ലാം കേട്ട് പ്രാർത്ഥന ഞെട്ടിത്തരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുപ്രിയ ചോദിച്ചു, പ്രാർത്ഥന, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞാൻ തെളിയിച്ചാൽ നിന്റെ സ്വന്തം അച്ഛനോട് നീ പ്രതികാരം ചെയ്യുമോ? നീ ചെയ്യില്ല. എനിക്കറിയാം. നിന്റെ അച്ഛനല്ലേ ഋഷി? മരണപ്പെട്ടത് എന്റെ അനിയത്തി മേഘയല്ലേ? നിന്റെ അമ്മയ്ക്ക് എന്നും സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം കിട്ടട്ടെ, അല്ലേ? ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുപ്രിയ കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് അഭിനയിച്ച് തിമിർത്ത ശേഷം അവിടെ നിന്നും പോകാനൊരുങ്ങി. അന്നേരം പ്രാർത്ഥന പറഞ്ഞു, ഒന്ന് നിൽക്കൂ. വിഷ്ണുപ്രിയ പ്രാർത്ഥനയുടെ നേരെ നോക്കി. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എന്റെ മുന്നിൽ ഒരു ചെറിയ തെളിവെങ്കിലും തന്നെ തെളിയിച്ചാൽ അച്ഛനോ അമ്മയോ ആരുമാകട്ടെ, എന്റെ മരിച്ചുപോയ മുത്തശ്ശിയെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ മേഘ എന്ന മത്സ്യകന്യകയെ കൊന്നതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും. അതിനി എന്നെ ജനിപ്പിച്ച അച്ഛനായാലും ശരി തന്നെ. പ്രതികാരം വീട്ടും ഞാൻ. ഇത് ഈ മത്സ്യനാഗിനി പ്രാർത്ഥനയുടെ വാക്കാണ്.